തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾക്കും അനധികൃത പണപ്പിരിവുകൾക്കുമെതിരെ മുഖം നോക്കാതെയുള്ള നടപടികൾ ആരംഭിച്ചു. മദ്യവിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം കൃത്യമായി സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. NDTV റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കുന്ന തരത്തിൽ നടന്നുവന്ന തട്ടിപ്പുകൾക്ക് തടയിടാനാണ് പുതിയ നീക്കം. ടാസ്മാക് ശൃംഖല വഴി പ്രതിമാസം ലഭിക്കുന്ന ഏകദേശം 102 കോടിയോളം രൂപ പാർട്ടി ഫണ്ട് എന്ന പേരിൽ വകമാറ്റുന്നതായി അധികൃതർക്ക് വിവരം ലഭിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ കാലയളവിൽ മാത്രം ഏകദേശം 1600 കോടി രൂപ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടതായാണ് സർക്കാരിന്റെ പ്രാഥമിക നിഗമനം. ഒരു കേസ് മദ്യത്തിന് ഏകദേശം 90 രൂപ വീതം പാർട്ടി ഫണ്ട് എന്ന പേരിൽ വകമാറ്റിയിരുന്നു. ഒരു കേസ് ബിയറിന് 40 രൂപയും ഒരു കേസ് വൈനിന് 20 രൂപ വീതവും രാഷ്ട്രീയ ഫണ്ടിലേക്ക് ഈടാക്കിയിരുന്നു. സംസ്ഥാനത്തുടനീളമുള്ള 4048 ടാസ്മാക് ഔട്ട്ലെറ്റുകളിൽ നടക്കുന്ന ഈ അഴിമതികൾ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പ്രതിമാസം 88 ലക്ഷത്തോളം ഉപഭോക്താക്കളാണ് ഈ ഔട്ട്ലെറ്റുകളെ ആശ്രയിക്കുന്നത്. നേരത്തെ സംസ്ഥാനത്തെ 717 ടാസ്മാക് റീറ്റെയിൽ കടകൾ പൂട്ടാൻ സി ജോസഫ് വിജയ ഉത്തരവിട്ടിരുന്നു. ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.